സീസൺ 5 വേദിയിൽ മനോഹര ഗാനവുമായി അമേഘ് എത്തുന്നു. നീ പാടിയത് സൂപ്പർ കേട്ടോ. നല്ല സംഗതികളൊക്കെ എടുത്ത് ഇങ്ങനത്തെ പാട്ടിൽ പാടാൻ മോൻ ഭയങ്കര മിടുക്കനാണ്. ജോക്കർ എന്ന ചിത്രത്തിനു വേണ്ടി കെ ജയേശുദാസ് ആലപിച്ച ഗാനമാണ് താരം അതിമനോഹരമായി ആലപിക്കുന്നത്. അവരുടെ ജീവിതത്തിൽ മരിക്കുന്നോളം വരെ ഓർക്കാനുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ പാട്ടിലൂടെ അമേഘ് വഴി അവർക്ക് ലഭിച്ചത്. വേദിയിൽ മനോഹര ഗാനവുമായി അർജിത എത്തുന്നു. സൂപ്പറായിട്ട് എടുത്തു കേട്ടോ. ഹരിചന്ദൻ ആലപിച്ച മനോഹരമായ ഗാനം കേട്ടാലോ. നല്ലൊരു ദൃശ്യവിരുന്ന. ആലാം ദശ നല്ലതിലെ കമന്റുകൾ വിധികർത്താക്കൾ ഇംപ്രൂവ്മെന്റ് ആണ്. അങ്ങനെ ഉത്സവം കൊടിയേറി ശരിക്കും അങ്ങനെ ചെയ്യാറുണ്ടോ? ഇല്ല, ചെയ്യാറില്ല. പിന്നെ നല്ലൊരു കൈഡിയായിരുന്നു. എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചു. നിഹാരക്കുട്ടി ആലപിച്ച മനോഹരമായ ഗാനം കേട്ടാലോ. നീഹാര ഞാൻ മുമ്പ് പറഞ്ഞിട്ടില്ലേ, നീഹാരയ്ക്കൊരു പ്രത്യേകതയുണ്ടെന്ന്. നീഹാരയുടെ പേരിലൊരു രാഗമുണ്ട്. രാജാവിന്റെ മകൻ എന്ന ചിത്രത്തിലെ ഗാനവുമായി ധ്യാൻ എത്തുന്നു. നല്ല ടഫാണ് മോൻ, എന്നാലും മോൻ മാക്സിമം ശ്രമിച്ചു. വളരെ നാളുകൾക്ക് ശേഷം നമ്മുടെ മിസ്റ്റിമോൾ വേദിയിൽ എത്തിയിട്ടുണ്ട്. നാട്ടിലൊക്കെ പോയി, പിന്നെ ഉദ്ഘാടനങ്ങൾ കിട്ടി. എനിക്ക് വയ്യ. മക്കളെ നന്നായിട്ട് പാടി കേട്ടോ. കുടുംബസമേതം വേദിയിൽ ആൻസർക്കുട്ടി എത്തിയപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല ഫീല്. കാരണം പാട്ടും പിന്നെ നിങ്ങളുടെ മൂമെന്റ്സും. തുടർന്നും രസകരമായ നിമിഷങ്ങളാണ് വേദിയിൽ അരങ്ങേറിയത്. ആ കുരിശൊക്കെ വരയ്ക്കണമെങ്കിൽ പതുക്കെ ഇങ്ങനെ അതൊക്കെ കാണുമ്പോഴത്തേക്കും നമുക്ക് എന്തൊരു ഡിവൈനായിട്ട് ഫീൽ ചെയ്തു. തുടർന്ന് വിധികർത്താക്കളും ആൻസറക്കുട്ടി അനുകരിക്കുകയാണ്. എത്ര നാളായി കണ്ടത്? ഞാൻ ആൻസറക്കുട്ടീനെയൊക്കെ എത്ര നാളായി ഞാനും കണ്ടിട്ട്. പൊന്നോ, എന്റെ പൊന്നേ, എനിക്ക് വയ്യ. വേദിയിൽ മനോഹര ഗാനവുമായി ശിവാനിക്കുട്ടി എത്തുന്നു. മക്കളെ കേക്കാണോടാ? എന്തോ കുഴപ്പം പിടിച്ച സാധനം. വിധികർത്താക്കളെ പോലും വിസ്മയിപ്പിക്കുന്ന പ്രകടനമാണ് താരം വേദിയിൽ കാഴ്ചവെച്ചത്. ഈ രവീന്ദ്രനാഥ് ചെയ്തിരിക്കുന്ന കുറച്ചേ ഉള്ളെങ്കിലും എല്ലാം സൂപ്പർ ഹിറ്റ് പാട്ടുകൾ. വീട്ടില തുടർന്നും രസകരമായ നിമിഷങ്ങളാണ് വേദിയിൽ അരങ്ങേറിയത്. ചെറിയ ജൂവലറി അവിടെ ഒരു 10 കിലോ സ്വർണം കിട്ടും. അയ്യോ, അതൊന്നുമില്ല.